പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സംസ്ഥാനം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശം. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. അഞ്ജു ജയപ്രകാശ് ഉണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, ഇപ്പോൾ എങ്ങനെയാണ് പോലീസ് ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നത്? നിയമോപദേശം തേടുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിഗണനയിലുണ്ടെന്ന് മനസ്സിലാകുന്നു. അതെ സേതു, അതായത് ഈ സിനിമ കോൺക്ലേവിൻ്റെ സമാപന ദിവസമാണ് അടൂർ ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. പരാമർശത്തിന് പിന്നാലെ വലിയ തരത്തിൽ വെട്ടിലായിരിക്കുന്ന സ്ഥിതിയുമാണുള്ളത്. പിന്നാലെയാണ് സാമൂഹ്യ പ്രവർത്തകനായുള്ള ദിനു ഈ പരാമർശത്തിനെ ചൊല്ലി പരാതി പോലീസ് സ്റ്റേഷനിൽ, അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. അതിന് പിന്നാലെ തന്നെ ഈ SC/ST ആക്ട് പ്രകാരം കേസെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങൾ പരിശോധിക്കാനായിട്ട് PP-യോട് നിയമോപദേശം തേടിയിരിക്കുകയാണ് മ്യൂസിയം പോലീസ്. അതിനിടയിൽ തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് എന്തൊക്കെയാണ് ഈ കോൺക്ലേവിൽ സമാപന വേദിയിൽ വെച്ച് ഈ അടൂർ പറഞ്ഞത് എന്നതിനെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂറിന്റെ പരാമർശം ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇത് SC/ST ആക്ട് പ്രകാരം ഈ പരാമർശങ്ങൾ കുറ്റകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിനു മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശരി, അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെതിരായ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലൊക്കെ പോലീസ് നിയമോപദേശം തേടാനും ഒരുങ്ങുകയാണ്. വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ അഞ്ജു.